ഹലോ. അപ്പൊ എപ്പോഴും പുറത്ത് വന്നാല് ഇത്ര സന്തോഷം ഞാൻ രണ്ടാക്കും കണ്ടില്ലേ. ഇന്ന് രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാ കാരണം നിങ്ങൾ അവരോട് തന്നെ ഇരിക്കേ. മേതുട്ടി നമ്മ സ്കൂള് ഓട്ടം പോയല്ലേ. അപ്പൊ നമുക്ക് എന്റെ അമ്മേച്ചനും പുതിയ ലഞ്ച് ബോക്സും പുതിയ സ്നാക്സ് ബോക്സിലും മേടിച്ചിരുന്നല്ല മേടിക്കാൻ പോകുന്നു. മേടിച്ചു തരും. അതിന്റെ പക്ഷെ നമ്മളെന്താ കാര്യം പറഞ്ഞത് കഴിഞ്ഞ കൊല്ലത്തെ അടിയുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചാ പോരെ. അച്ഛനില്ലേ മറ്റേ പണ്ട് ഉപയോഗിച്ചൊരു കുപ്പിയില്ലേ ജിമ്മിന് പോകുമ്പോ അതൊന്നും ഉപയോഗിച്ചാ പോലെ വീണ്ടും എനിക്ക് വേറെന്തെല്ലോ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ പറയട്ടെ. അച്ഛനെ പണ്ട് മേടിച്ച കുറെ കുപ്പായില്ലേ, അത് ഇട്ടാ പോരെ. പുതിയ എന്തിനാ വാങ്ങുന്നത്? ഇതിനൊന്നും ഉത്തരവില്ലാട്ടാ. ഒരാളിപ്പോ എന്റെ ഫോണിൽ വെച്ച് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നേ. ഞാൻ വെച്ചാൽ എന്റെ അപ്പൊ പറഞ്ഞു ഓന്റെ ക്ലാസ്സിലെ ഡിവിഷൻ ഇട്ടു നമ്മൾ വെച്ച് കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാവുമല്ലോ, നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇതല്ല, ഇത് അടുത്ത ക്ലാസ് റൂം, അങ്ങ് അറ്റത്തെ ക്ലാസ് റൂം വന്നു വെച്ച് സന്തോഷം. അത് പുറത്തേക്ക് ഇറങ്ങി ഒരു ബെഞ്ച് കിട്ടും, അവിടെ ഇരിക്കാം ഉച്ചക്ക് ചോറ് ചെയ്തിട്ട്. പിന്നെ നേരെ ഔട്ട്ലൈൻ വ്യൂ ഉണ്ട്. പുറത്ത് നോക്കി നിക്കാനാ, വായി നോക്കാൻ. നേരെ നോക്കിയാ ഗ്രൗണ്ടാ കാണല്ലേ, ആയി നോക്കലൊന്നുമില്ല. പറഞ്ഞു വന്ന് സ്കൂളിൽ നോക്കാനായി. അപ്പൊ ഇന്ന് നമ്മള് ബാക്ക് ടു സ്കൂളിലേക്ക് വേണ്ടിയിട്ടില്ല കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി പോയിന്ന്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ വിചാരിക്കുന്ന മേതൂട്ടിക്ക് മണിക്കണ്ട, മണിക്കൂട്ടിന് മാത്രം മണിക്കാൻ പറ്റില്ലതാണ്. മേതൂട്ടിക്ക് വാശിയൊന്നും ഇല്ലാതാണ്. മേതൂട്ടിനെ പോലത്തെ ഒരു നല്ല വാശിയില്ലാത്ത കൊച്ചു ഈ ലോകത്തിലില്ല. എനിക്ക് മാത്രം ഫുൾ വർക്ക്ഔട്ട് ആവുന്ന ഐഡിയ അല്ല. മേതൂട്ടി നമുക്ക് പോയാലോ മണിക്കാം. ഇതെല്ലാം കിട്ടുന്ന ഒരു കടയിലേക്ക് പോവാല്ലേ. ഇതെല്ലാം കിട്ടുന്ന ഇന്റർനെറ്റിൽ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്. അപ്പം ഇക്കൊല്ലം മേതൂട്ടിക്കും മണിക്കൂട്ടനും ബാക്ക് ടു സ്കൂളിലേക്ക് എന്തെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടതിൽ നമുക്ക് അല്ലേ മേതൂട്ടി? വാ എന്നാ പിന്നെ നടക്ക് വാ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എവിടെയില്ലത് മേതൂട്ടി? ഇന്ന് പ്രിയ ഒന്നും വീട്ടിലാക്കിയില്ല കേട്ടോ, മടി വന്നു പോയി. സത്യം പറഞ്ഞേ, പ്രിയ ഒന്നും വീട്ടിലാക്കിയില്ലതാ. അതുകൊണ്ട് നമ്മുടെ എന്റെ മോള് പറയും നമുക്ക് വയ്യാത്തുണ്ട്, മടിയായുണ്ട്. മടി. എല്ലാ ദിവസവും വീട്ടിലത്തെ ഭക്ഷണം കഴിച്ചാൽ പോലെ ഇടയ്ക്കെല്ലാം പുറത്തത്തെ ഭക്ഷണം കഴിക്കണ്ടേ. എണ്ണ ഭക്ഷണം കഴിക്കാം. എന്ത് ഭക്ഷണം ചെയ്തു? അല്ല, അതിൻ്റെ അടുക്ക് ഒരു കാര്യമുണ്ട്. മണിക്കൂട്ടിന് എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂട്ടൻ പറയും ഫസ്റ്റ് ഫുഡ് അവൻ്റെ മെയിൻ അതാണ്. കാരണം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇതാക്കാം. എവിടെയും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഓനെ എനിക്ക് നമ്മളിന്ന് ഭക്ഷണ സമയം ഇപ്പം 4 മണിയായി, ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇവിടെത്ത് പോകുമ്പോൾ സാധനം എടുത്തതിന് ശേഷം കഴിക്കാം. ആദ്യമായിട്ടാണ് മണി അങ്ങനെ പറയുന്നത്. അല്ല മണി, ഇപ്പം എന്നാണ് അടിച്ചു നോക്കുന്നത്? ഞാൻ എനിക്ക് ജീരകമുള്ള ഞാൻ വീട്ടിൽ ഇതുപോലത്തെ പോലെ നിങ്ങൾക്ക് ആക്കിത്തറ കുടിക്കുമല്ലോ. നീ ഈ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാ. ഓന് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ, അതിൽ ചർച്ച ചെയ്യാൻ എത്ര ആൾക്കാരുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചവരുണ്ടോ ഇല്ലയോ, അതിനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നല്ലേ. അതെ മണിക്കൂട്ട പറഞ്ഞു ഓർഡർ പറഞ്ഞിട്ടുണ്ട്.
ഏതോട്ടി പിന്നെന്താ പറയുന്നപ്പോ മേതുട്ടിക്കൊന്നും ചർച്ച ചെയ്യാനൊന്നുമില്ല. എനിക്കൊരു സാധനമുണ്ട്. ഇന്ന് മറ്റേ എൻ്റെ സ്കൂളില് ഞാൻ ഏതിലാണ് ബിയിലാണോ സിയിലാണോ മേതുവിൻ്റെ തറയാണ് എത്ര ഇടുന്ന എത്ര എൻ്റെ അത് വേഗം കിട്ടും. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വീണ്ടും പോലായല്ലേ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പയ്യന്നൂർ എത്താൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്കല്ലേ. ഇതുവരെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് എന്നാ ഇങ്ങനെ ഒരു ബ്ലോക്ക്. മേതുട്ടി നീ സാധനം മേടിക്കാൻ വന്നത് അറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നല്ല ബ്ലോക്കാണ്. എന്നാ പണിയെടുക്കുന്ന നമ്മള് പോകുമ്പോഴേക്ക് എല്ലാ കടയും അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. മേതുട്ടിക്ക് വേണം നിർബന്ധമൊന്നുമില്ല. മേതുട്ടിക്ക് പഴയതെല്ലാം മതിപ്പാ. മേതുട്ടിക്ക് പഴയത് ഉണ്ട് കേട്ടാ, കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചത് അത് മതി. അത് മതി ആരാ പറഞ്ഞു എനിക്ക് പുതിയത് വേണം. മേതുട്ടിക്ക് ആഗ്രഹേ ഇല്ല പുതിയതിനോട്. ആഗ്രഹമുണ്ട്. നോക്കറ നല്ല ബ്ലോക്കാണ്. അതിന്റെ അടുക്ക ലോറിക്കാരെല്ലാം വന്നിട്ട് ഒരു ലോറിന് എങ്ങനെയല്ല നമ്മള് മുന്നോട്ട് വന്നു അല്ലേ. മേതിട്ട് ഇവിടെ നമുക്കൊരു സിനിമയും കണ്ടിട്ട് പോയാലോ. സാധനം വേണ്ട, ഇവിടെ അടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ടേ. അപ്പൊ അവിടുന്ന് നമുക്ക് ശാന്തി തിയേറ്റർ, അപ്പൊ അവിടുന്ന് നമുക്കൊരു സിനിമയും കണ്ട് നേരെ വിട്ടാലോ. അപ്പൊ ബാഗും ഇതെല്ലാം പഴയ തന്നെയായിരിക്കും. റെഡിയാ? ഒന്നുകൂടെ പറഞ്ഞേ. റെഡിയല്ല. അന്ന് ഇതന്നെ എടുത്തോ മണി. ഇതല്ലേ നീ പറയുന്നേ? എന്താ വേണ്ട? ഇത് ഓക്കെ അല്ലടാ. മേതു ഇത് ഓക്കെ ആയാ? ഷീലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ മേതു. ഇതിൽ വെക്കാൻ പറ്റുമല്ലോ സ്കെയിൽ ഇതെല്ലാം. നോക്കട്ടെ നോക്കട്ടെ. ആ 120. എല്ലാത്തിനും 100. ഇവൻ ആഗ്രഹം എടുത്തു. എടുത്തു കഴിഞ്ഞോ? ഇല്ല, എടുത്തോണ്ട് ബാഗ് വാങ്ങാൻ വന്നിട്ട് സൈക്കിൾ നോക്കുന്നത്. മണി ഇത് എടുത്താ പോരാടാ. ഇത് വേണം എനിക്ക്. ഇത് വേണ്ട. കഴിഞ്ഞു പോലല്ലോ. മേതു ഇത് മതിയോ കിറ്റ്? ഇതാ വേണ്ട കിറ്റ്. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടോ? പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നുണ്ട്. മൂടിയില്ലത് ഇലേ ഇല്ലു. ഈ മൂടിയില്ലത് അപ്പുറത്തേക്ക് കിട്ടുക. എനിക്ക് നിന്റെ ഇതന്നെ മേത് ഈലതില്ല. മേതു മുകളിൽ വെക്കേണ്ടതില്ല. ഇതാകുമ്പോ നിനക്ക് അതുകൊണ്ട് ഇതുകൊണ്ടല്ലോ വറവെല്ലാം വെച്ചൂടെ നമുക്ക്. എന്നാ ഇതാ വേണ്ടേ? പറ ഏതാ വേണ്ട പറ. അങ്ങനെ എല്ലാ കാര്യം പർച്ചേസ് ചെയ്ത് അവസാനം നമ്മൾ ഇവിടെ കൊടയിലെത്തി. കൊടയിലും കൂടി എടുക്കാൻ ബാക്കിയുണ്ടല്ലേ. കൊട ഇത് പിടിയെന്നവ ഇത് മൊത്തം എടുക്കുന്ന ബാർബിയാണ്. അങ്ങനെയൊന്നല്ല, ഇപ്രാവശ്യം മാറ്റി പിടിച്ചിനി. മാറ്റി പിടിച്ചിട്ടുണ്ടോ? ഇത് ബാർബിന്റെയാണ്. ഇത് ബാർബി. ഇത് മതിയാ ബാർബി? ഇത് മതിയാ? മേതു പെട്ടെന്ന് 250. അപ്പൊ മേതു ഇത് എടുത്തോന്നാല്. ഇതിന്റെ വേറെ പിങ്ക് ഉണ്ട് നോക്കുന്നാല്. നീ പിങ്ക് എടുത്താ മതി.
അതെങ്ങനെയാ? ചെരുപ്പ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഒരു സംഭവമാണ്. ഒന്നും ശരിയാവില്ല. അതിന്റെ ചെറുതാണോ ലൂസ് ഉണ്ടാകും? ഡ്രസ്സെല്ലാം എടുത്ത് ഡ്രസ്സ് എപ്പോ എടുത്ത കാര്യ പറയുന്നത്? ഇന്ന് ബാക്ക് ടു സ്കൂളല്ലേ മനുഷ്യ, മറന്നുപോയാ? പൈസ കൊറേ പൊളിഞ്ഞു, അപ്പൊ കാര്യങ്ങളെ മറന്നുപോയി തോന്നുന്നു. പൈസ കുറച്ച് പോയോണ്ട് റിലേ പോയി അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ബാക്ക് ടു സ്കൂളിന്റെ സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പൊ ഒന്നാമത് ഇന്ന് ഒരു മിനിറ്റ്, ഇന്ന് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കടയില്. അതുകൊണ്ട് തന്നെ നമ്മൾ ആടുന്നല്ലേ ഒന്നും സംസാരിക്കാനും പറ്റിയില്ല അധികം ഒന്നും. നല്ല തിരക്ക് എല്ലാ കുട്ടികളും ഇന്നാ പോയി വന്നു. പിന്നെ ഉത്താനുള്ള സത്യമാണ്, അത്രയും തിരക്കുണ്ടായിന്. അപ്പൊ ഏതായാലും മേതൂട്ടിയും മണിക്കൂട്ടിനും മേടിച്ച സാധനങ്ങള് നമ്മൾക്ക് ഇപ്പൊ കാണിച്ചു. ഹാപ്പിയാണോ നമുക്ക് ചോദിക്കാലോ? മേതൂട്ടി, നീ മേടിച്ച സാധനം നീ ഹാപ്പിയാണോ? നീ ഒരിക്കലും ഹാപ്പിയാണെന്നറിയാം. എല്ലാരും ഒരു ഉമ്മ എന്നാ ഹാപ്പി. എന്നാ പിന്നെ പോണേയിരുന്നു എവിടെയെങ്കിലും ഉമ്മത്തിൽ ഒതുക്കായിരുന്നു. ഇത്രയും പൈസ കൊടുത്ത സാധനങ്ങൾ മേടിക്കേണ്ടി. ഇത് സന്തോഷം കൊണ്ടാട്ടാ, കിട്ടിയ സന്തോഷം. അപ്പൊ ഏതായാലും നമുക്ക് മേതൂട്ടി എന്തെല്ലാന്ന് ഇക്കൊല്ലം വാങ്ങിച്ച സാധനങ്ങൾ രണ്ടുപേരും ഓരോന്ന് കാണിച്ചു. കവറിന്ന് എടുക്കുമ്പോ ആരതാന്ന് അന്നേരം പറഞ്ഞാ മതി. മേതൂട്ടിന്റെ കിറ്റിലാണ് കുറച്ച് സാധനങ്ങൾ. ആദ്യം മേതൂട്ടി എടുത്തു. തുറക്കാൻ ആള് വേണ്ടി വരുവാ. അപ്പൊ ഞാൻ വരണ സ്കൂളില്. മേതുവിന്റെ ബാർബിന്റെ ബാർബിയല്ലേ ഇത്? നമുക്ക് എല്ലാം ഈ കളറാണെന്ന് ബാർബി അപ്പൊ മേതൂട്ടിയുടെ ബാർബി ഏതോ ഒരു അംബ്രല. ഓക്കെ, കിറ്റ് ബാഗിനെക്കാളും വലുതാന്നല്ല. ലഞ്ചും വാട്ടർ ബോട്ടിലും എല്ലാം വെക്കണ്ടേ നോക്കാം. അപ്പൊ പിന്നെ ആവൂല. കിറ്റില് കുറച്ച് സാധനങ്ങളുണ്ട്, അതെടുത്ത് മാറ്റാം. നിന്റെ ബോക്സ് ഇപ്പൊ കാണിക്കാതെ എല്ലാം കൂടി ഇതാ. അപ്പൊ ഇത് മേതൂട്ടിയിലെ നമ്മൾ ഇപ്രാവശ്യം മേടിച്ച കിറ്റ് എന്താ വലുത് എന്ന് ചോദിച്ചാല് ഇതില് സ്നാക്സും ലഞ്ച് ബോക്സും വെള്ളം എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഇത്രയും വേണം. അപ്പൊ മേതൂട്ടിയുടെ കിറ്റായി. അടുത്തത് മേതൂട്ടി പ്രത്യേകിച്ച് കാണിക്കേണ്ട വരില്ല. നിന്റെത് നിന്റെ എല്ലാം ഓപ്പൺ ആക്കി ഇതിന്റെ ഇടക്ക് തന്നെ ആയില്ലേ? മണിക്കൂട്ടിന്റെ ലഞ്ച് ബോക്സ് നിന്റെ ഇഷ്ടം, നിനക്ക് ഓപ്പൺ. മണിക്കൂട്ടിന് ഞാനൊരു ചെറിയ ലഞ്ച് ബോക്സ് എടുത്താലും ശ്രീനാഥൻ എന്നോട് ചോദിച്ചു, മണിക്കൂട്ടിന് ആ ലഞ്ച് ബോക്സ് മതി. ഇതാ മണിക്കൂട്ടിന് ആദ്യം എടുത്തത്. അപ്പൊ മണിക്കൂട്ടിന് അത് മതിയാവോ ചോദിച്ചിട്ട് ഇത്രയും ചോറും കറിയും ഞാൻ ഇത് മേതൂട്ടിക്ക് എടുത്തത്. മേതൂട്ടിക്ക് ഇതിന്റെ മുകളിൽ ഇത് വന്നു. അതെയാ മണിക്കൂർ നീ കൊണ്ടുപോയതെല്ലാം തിരിച്ചു അല്ല ഇതെപ്പോ എടുത്തത്? അതിനുള്ളിലില്ലതാ, ഉള്ളിലില്ലതാ. ഓക്കെ, പിന്നെ നീ വേറെന്തോ ഒന്നുകൂടി എടുത്തിട്ട് എന്നാല് കറീന്റെ ഇതും വെച്ചേനെ എക്സ്ട്രായും എടുത്തിനല്ലേ? ഇത് തിന്നാനാ പോകുന്ന സ്കൂളിലേക്ക്. അമ്മോ എന്തായാലും ഭക്ഷണം കഴിക്കണം. ഇത് ഉള്ളില് നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ബൂട്ട് സ്പേസാ? ഫുഡ് സ്പേസ് അല്ലേ? ബൂട്ട് സ്പേസ് അല്ല, ഇതെന്ന് അറിയുമ്പോഴത്തേക്ക് എന്റെ ഒരു കലം ചോറാവുമല്ലോ. അത്രയും വലിയ പാത്രമായിരുന്നു. നിങ്ങൾ ഇത്രയും പ്രിയ അത് എടുക്കാൻ പ്രിയ അത് എടുക്കുന്നില്ലമ്മേ. ഞാൻ ചോദിച്ചു ഇത് എടുക്കാന്ന് പറഞ്ഞു. പ്രിയ പറഞ്ഞു എന്തിനാ അത് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബില്ലതായത് കണ്ടുകൊണ്ട് ഇവക്ക് ഒരു കലം ചോറ് വെക്കേണ്ടി വരും. കിച്ചന്റെ ഉള്ളെന്താ മണിക്കൂട്ടാ?
ഇത് അങ്ങനെയല്ല നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും സാധാരണ ബോക്സ് ആണ്, പക്ഷെ ഇതിന്റെ മുമ്പിൽ ഇതില്ലേ ഉള്ള സ്റ്റിക്കർ. ഇതും എടുത്തു കഴിഞ്ഞാൽ ഈ കാൽക്കുലേറ്ററും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്നെ വിളിക്കും കേട്ടാ. ഇതൊക്കെ സ്റ്റിക്കർ വിവരം വരുമ്പോൾ അതെല്ലാം ചെയ്യും. ഇപ്പം കൂട്ടാനും കണക്കാനും അറിയില്ല. ഇതാ ഇതിന്റെ ഉള്ള സ്റ്റിക്കർ ഉണ്ട്. മേതൂട്ടിയില്ലേ വേറൊരു ബോക്സ് നോക്കിയിട്ട് ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്നാലും ബോക്സ് അല്ല ഉള്ളിലില്ലേ സ്റ്റിക്കർ. ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളൊക്കെ സ്റ്റിക്കറും കൂടെ കിട്ടുമ്പോൾ ഇതെടുത്തു. ആ അതെ. അയ്യോ കാൽക്കുലേറ്റർ കാണിച്ചേ അതിന്റെ. ഇത് അച്ഛനും ഒരു കൊടുത്തേ. അത് നേരെ തിരിച്ചിടാട്ടാ. തിരിച്ചിട്ടിട്ട് കാണിച്ചേ അത് നേരെ മടക്കറ. അത് കണ്ടാ. പിന്നെ അതിന്റെ ഉള്ളില് അയ്യോ. അപ്പൊ ഇത് മേതൂട്ടിന്റെ ബോക്സ്. പിന്നെ കാണിക്കും മേതു, അടുത്തത് കാണിക്കും. അടുത്ത ബോക്സ് എന്റെ ഒരു സാധനം കൂടി ഉണ്ട്. എന്റെ ബോക്സ് എന്ന് വെച്ചാല് ഇതൊരു വെറൈറ്റി ആണ് സംഭവം. ഇത് നമുക്ക് ഷാർപ്പ് ചെയ്യാനുള്ള ഭാഗം. ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചാല് ഇത് ഷാർപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേസ്റ്റ് ഇടാം. ഇത് എന്റെ കൂടെ കുട്ടിയുടെ മണിക്കൂട്ട പെന്നെ തെറിച്ചു പോയി. അത് ഇതിന്റെ പെണ്ണല്ലേ എന്റെ. അതിന്റെ ഉള്ളില് നീ വേറെ തന്നെ മനുഷ്യ. ഇത് ഇതിലൊരു സീസർ ഉണ്ടാവും. അത് നമുക്ക് എന്തൊക്കെ പേപ്പർ സ്കൂളിൽ ക്രാഫ്റ്റ് എല്ലാം ചെയ്യുമ്പോ പേപ്പറെല്ലാം വേണമെങ്കിൽ നമുക്കാക്കാം. പിന്നെ കട്ട് ചെയ്യാം. പിന്നെ ഇത് മറ്റേ നമ്മളെ റബ്ബർ വെക്കേണ്ട സ്ഥലം ഇറേസർ. പിന്നെ ഇനിയുണ്ട് ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടപ്പോ ആൾക്കാർക്ക് ഇത് കോമൺ ആയിട്ട് ഇല്ല സാധനങ്ങളാണ്. അല്ല ഇത് ഒന്നല്ലേ പുതിയ മോഡലാ. ഒന്നല്ലേ ഇതിനുള്ളൊരു സ്കെയിൽ ഉണ്ട്. അതെങ്ങനെ എടുക്കല് എനിക്കറിയില്ല. കുടുങ്ങി പോയിട്ടുണ്ട്. ഇത് മേതൂട്ടിന്റെ സ്നാക്സ് ബോക്സ് ആണ്. ആ സ്കെയിൽ എങ്ങനെയാന്നറിയാ? ഈ ഭാഗം ഇങ്ങനെ ഒന്നും കാത്തിട്ടേക്കും. അത് മണിക്കൂട്ടാ നീ നോക്കി ചെയ്യണം. നമുക്കൊന്നും അറിയില്ല അതിനെ കുറിച്ച്. അതെ ഓനെന്നെ നോക്കി ചെയ്തിട്ട്. അപ്പൊ ഇത് മേതൂട്ടിന്റെ ഞെക്കി നെക്കി നോക്കി ഏതെങ്കിലും പ്രസ് ചെയ്ത് നോക്കുമ്പോ ഏതെങ്കിലും ഊരി വരുമോ? ലാസ്റ്റ് എല്ലാം കൂടെ അല്ലമ്മേ അതിൽ പൊട്ടിക്കഴിഞ്ഞ് മണിക്കില്ല. അത് കണ്ടുപിടിച്ചുട്ടാ. ഇത് ഇത് കണ്ടാ ഈ സംഭവം ഇപ്പൊ ഓള് പറഞ്ഞു എനക്ക് മണീന്റെ അത് വേണമായിരുന്നു. ആടുന്ന് ഓള് 100 നോക്കിയിട്ട് ഓക്ക് ഇഷ്ടായില്ല. അതാ ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ലത് കേട്ടോ. അത് നല്ല രസമുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായി. എനക്കും മേതൂട്ടിന്റെ ഇഷ്ടമായി. മേതൂട്ടിന്റെ വാട്ടർ ബോട്ടിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. മേതൂട്ടി ഒന്ന് ഒരു വെറൈറ്റി ആട്ടെ ഇത്. അത് ഓളെ ഇഷ്ടപ്പെട്ട പിങ്ക് കളർ എടുക്കുകയും ചെയ്തു. സ്റ്റിക്കറിൽ തന്നെ പിടിച്ചിക്കല്ല. നീ അടുത്തേക്ക് വാ. അടുത്തത് മേതൂട്ടി. അടുത്തത് എന്തേലേ? പിന്നെ എനിക്ക് ഒന്ന് പെന്നും പെൻസിലും എല്ലാം വാങ്ങി. അതിൽ ബാക്കിയെല്ലാം ആയില്ലേ? വേറെ മണിക്കൂട്ടാ. വാട്ടർ ബോട്ടിൽ അല്ല ഈ വാട്ടർ ബോട്ടിൽ എങ്ങനെ തുറക്കുക? ഇത് മണിക്കൂട്ടിന്റെ വാട്ടർ ബോട്ടിൽ അല്ലേ? ഈ വാട്ടർ ബോട്ടിൽ എങ്ങനെ തുറക്കുക? ഇത് ഈലും തുറക്കണല്ലേ? ഇതിന്റെ ഉള്ളൊരു ടാഗ് ഉണ്ട്. അതെങ്ങനെ എടുക്കുക? നമുക്ക് എടുക്കണം. അയ്യോ ഇത് പൊട്ടിപ്പോയെങ്കിലോ. അപ്പൊ ഇത് തുറക്കേണ്ടത് നമ്മൾ പഠിക്കണം അത്ര കേട്ടാ. നമുക്ക് സമയം എടുത്ത് പഠിക്കാം. അടുത്ത് കാണിക്കും. ഇത് ഇതൊന്നും അറിയില്ല. എന്തോ നീ പറയുന്ന കേട്ടു ഞാനത്. ഡോറല്ല, ജിയോമെട്രി ബോക്സ്. ജിയോമെട്രി ഡോർ പോലും ഡോറാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതാണ് റൈസർ. സത്യം പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം കിട്ടുന്നുണ്ട്. പെണ്ണ് കിട്ടിയല്ലടാ അതില്. ഇത് ഇതിൽ ഉപയോഗിക്കേണ്ട പെണ്ണ്. ഈ ജിയോമെട്രിക്ക് ഇത് സ്കെച്ച് ഒരുപാട് സാധനങ്ങള്. പെൻസില് പുതിയ സാധനങ്ങൾ കിട്ടിയല്ലേ? എല്ലാം ഉണ്ടല്ലോ. പിന്നെ എറൈസർ എന്തിനാണ് പ്രത്യേകിച്ച് വാങ്ങിയത് നിങ്ങള്? അതെയാ? എന്നാലും എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് 2 എണ്ണം. അതെ. പിന്നെ മണിക്കൂറിന്റെ ബാഗ് മേടിച്ചേ. ജിയോമെട്രിക്ക് മാത്രം
മേതുവിന്റെ ബാഗ് കാണിച്ചു കൊടുക്കണം. ആ ഇത് ഇങ്ങനെയായത്. ഓക്കെ കിട്ടിയാ? അല്ല ഇതിന്റെ ഉള്ളിൽ ഒരു ടാഗ്. എന്റെ ബാഗ് കാണിച്ചു കൊടുത്തില്ലേ? ഇത് മണിക്കൂറിന്റെ പുതിയ ബാഗാണ്. എന്റെ ബാഗ് ഇതാ, ഒരു സിബ്, 2 സിബ്, 3 ഇല്ല. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂട്ടിന് ഒരു ബാഗ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ലേ. അത് സൈസ് ചെറുതാണ് ശരിക്കും. സൈസ് ചെറുതായതുകൊണ്ടാണ് ഞാൻ പോയത്. ആ ഒരു സൈസ് അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഫോട്ടോ ചെറുതായിട്ടുണ്ടെങ്കിൽ, അല്ല ഫോട്ടോ ഇഷ്ടപ്പെടാനില്ലെങ്കിൽ ഞാൻ പുതിയത് മണിക്കൂലായിരുന്നു. അപ്പൊ ആയില്ലേ ഇത് സാധനങ്ങള്. മണിക്കൂട്ടിന്റെ വാട്ടർ ബോട്ടിലായി, ലഞ്ച് ബോക്സ് ആയി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് പോയിട്ട് വാങ്ങിയത്. അതെ, പക്ഷെ ഇത്ര വാങ്ങാൻ വേണ്ടിട്ട് എത്ര സമയം എടുത്തു അറിയാം. നമ്മളാകെ നല്ല തിരക്കായതുകൊണ്ട് നല്ല തിരക്ക്. ചൂടെടുത്ത് നമ്മളെല്ലാം കൂടി. ശരിക്കും ഇത് കുറച്ചും കൂടെ മുന്നേ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ലായിരുന്നു. പക്ഷെ എല്ലാരും ഈ സമയത്ത് തന്നെ അല്ലേ ലാസ്റ്റ് തുറക്കുന്നതിന്റെ എല്ലാരും പോയത്. അമ്മമ്മ കണ്ടില്ലേ? അമ്മമ്മക്ക് കൊടുത്തടാ ഒന്ന്. അമ്മമ്മ കഥ ചെയ്തലുണ്ട്, ഇടയ്ക്ക് ഇരുന്ന് കഥയും കവിതയെല്ലാം ചെയ്തലുണ്ട്. അപ്പൊ അമ്മാമേന്റെ കഥയും കവിതയെല്ലാം നമുക്കൊന്ന് പബ്ലിഷ് ചെയ്താലോ? എല്ലാരോടും കൂടിച്ചാ പറയുന്നു, എനിക്ക് ഒറ്റ പെണ്ണി ഞാൻ ആർക്കും തരുന്നതല്ല. പെർമിഷൻ നോട്ട് അലൗഡ്. ആർക്കൂല ഒരു ഇത് മാക്സിമം ഒരു 7 മാസം ഉപയോഗിക്കണം. എന്റെ നാക്ക് പൊന്നാവട്ടെ അതുപോലെ ചെയ്യട്ടല്ലേ പ്രിയ. 7 മാസം പോയിട്ട് 7 ദിവസം അമ്മയോട് ചോദിച്ചാ മതി. 7 മാസം എന്ന് പറയുമ്പോ സത്യം അമ്മമ്മക്ക് അറിയാം. അവന്റെ അമ്മാമക്കാണ് ഇന്ത്യയെ കുറിച്ച് അറിയില്ല, ഓന്റെ ശരിക്കും സ്വഭാവം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂള് പർച്ചേസ് ഉണ്ടായത് ഇന്നത്തെ ദിവസം. മേതുട്ടി അതെല്ലാം വിട്, നമുക്ക് ഇവിടെ പറ. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ബാക്ക് ടു സ്കൂളിന് വേണ്ടി പോയിട്ട് വാങ്ങിയ സാധനങ്ങള്. അപ്പൊ നിങ്ങൾ സാധനം വാങ്ങിയ കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.